സോ ഹായ് ഗായ്സ് 17 വേരിയൻസ് എല്ലാം ലോഞ്ചായി. പ്രൈസും കാര്യങ്ങളൊക്കെ ഇപ്പോൾ നിങ്ങളെല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവും. എങ്കിലും ഏകദേശം ഒരു ക്ലിയർ ആയിട്ടുള്ള ഒരു പ്രൈസിങ് ഡീറ്റെയിൽസ് വന്നിട്ടുണ്ട്. നമുക്ക് അതിൻ്റെ അപ്ഡേറ്റ് നോക്കാം കേട്ടോ. ഞാൻ ഈ പറയുന്നത് ബേസ് വേരിയൻറ്റിൻ്റെയാണ്. ഈ 4 256 GB വേരിയൻറ്റിൻ്റെ റേറ്റാണ്. 17 ആണെങ്കിൽ നമുക്ക് ഇന്ത്യയിൽ ഇപ്പോൾ അവൈലബിൾ ആയിട്ട് അവർ ലോഞ്ച് ചെയ്ത പ്രൈസ് 82,900 82,900 ആണ്. എയർ ആണെങ്കിൽ 1,20,000 ആണ് എയറിൻ്റെ ഈ 256 GB. 17 പ്രോയ്ക്കാണെങ്കിൽ 1,35,000 രൂപയും പ്രോ മാക്സിനാണെങ്കിൽ 1,50,000 രൂപയും. എന്തോന്ന് എന്ത് പ്രൈസ് ഇടേ അറിയില്ല, കാശുള്ളവരൊക്കെ മേടിക്കട്ടെ. സോ അടുത്തതായിട്ട് നമുക്ക് ഏത് രാജ്യത്താണ് റേറ്റ് ഏറ്റവും കുറവ്, ഏത് രാജ്യത്താണ് ഏറ്റവും കൂടുതൽ എന്ന് നമുക്ക് നോക്കാം. സ്വാഭാവികമായിട്ടും ഇന്ത്യയിലാണ് റേറ്റ് ഏറ്റവും കൂടുതലും. നമുക്കിവിടെ 1,50,000 രൂപയ്ക്കാണ് അതിൻ്റെ 256 GB വേരിയൻറ്റ് പ്രോ മാക്സിൻ്റെ അവൈലബിൾ ആയിട്ടുള്ളത്. അത് ഏറ്റവും കുറവ് USA കേട്ടോ. 1,06,000 രൂപ എന്ന് വെച്ചാൽ 1,00,000 രൂപയ്ക്ക് വേണമെങ്കിൽ നമുക്ക് പ്രോ മാക്സിൻ്റെ 256 GB പർച്ചേസ് ചെയ്യാൻ പറ്റും. എന്തൊരു മാറ്റം, 50,000 രൂപയുടെ ഡിഫറൻസാണ്. കാനഡയിലൊക്കെ ആണെങ്കിൽ 1,11,000 രൂപ. ഇപ്പോൾ എല്ലാവരും കാനഡയിലാണല്ലോ, അപ്പോൾ 1,11,000 രൂപയ്ക്ക് വേണമെങ്കിൽ എല്ലാവർക്കും അവിടുന്ന് പർച്ചേസ് ചെയ്യാം. ഹോങ്കോങ്ങിൽ 1,15,000 രൂപ, അതിൻ്റെ ചൈനയിൽ 1,24,000 രൂപ. ഇന്ത്യയിലാണ് ഏറ്റവും കൂടുതൽ 1,50,000 രൂപയ്ക്കാണ് ഫോൺ. എങ്ങനെ മുതലാവും? കണ്ടൻറ് ക്രിയേറ്റേഴ്സിനൊക്കെ നല്ലതായിരിക്കും കേട്ടോ. മേ ബി കാശൊക്കെ ഒത്തിരി ഉണ്ടെങ്കിൽ മേടിക്കുക. 48 MB ക്യാമറയൊക്കെ അല്ലേ വരുന്നത്. അപ്പം വീഡിയോ ക്വാളിറ്റിയൊക്കെ വൻ സെറ്റപ്പ് ആണെന്നാണ് അവർ പറയുന്നത്. ഇവരിത് തന്നെ എപ്പോഴും പറയുന്നത് കേട്ടോ. ഓരോ അപ്ഡേറ്റ് കഴിയുമ്പോഴത്തേക്ക് ഇതെല്ലാം മങ്ങി പണ്ടാരം തുടങ്ങാറുണ്ട്. സോ ഗൈസ്, നിങ്ങളെല്ലാവരും കാശുള്ളവർ മേടിക്കുക. മേടിച്ചിട്ട് റിവ്യൂസൊക്കെ ഇടുക. എന്താ പറയുക, നിങ്ങൾക്ക് ഈ പ്രൈസിങ്ങിനെ പറ്റിയുള്ള അഭിപ്രായം എന്താണെന്ന് ഒന്ന് കമൻ്റ് ഇട്ടേക്കാവോ. പിന്നെ എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക് യു.